കൺസിഡർ ചെയ്യണം. ഇപ്പോൾ 7 ഡിഗ്രി ആണ് എടുക്കുക. അപ്പോൾ a0 x raised to 7 പ്ലസ് a1 x raised to 6 പ്ലസ് a2 x raised to 5 പ്ലസ് a3 x raised to 4 പ്ലസ് a4 x cube പ്ലസ് a5 x square പ്ലസ് a6 x പ്ലസ് a7 അല്ലേ? a0 a1 a2 a3 a4 ഓക്കെ. അപ്പോൾ നോക്കാം 7 അപ്പോൾ അറ്റ്മോസ്റ്റ് 7 റൂട്ട് ഉണ്ടാവും അല്ലേ? ഞാൻ റൂട്ടുകൾ 1 -2 3 4 പിന്നെ ഒരു 5 കോംപ്ലക്സ് 1 പ്ലസ് i 1 2 പ്ലസ് i നോക്കാം. സോറി കോംപ്ലക്സ് കോൺജുഗേറ്റ് വരുന്നുണ്ട് അല്ലേ? 1 മൈനസ്. അപ്പോൾ ഇത് ഇത്ര റൂട്ട് ഉണ്ടെന്ന് വെക്കുക. ഇതിൻ്റെ റൂട്ട് ഇത് വേണോടെയാണെന്ന് കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു റൂട്ട് എടുത്തതാണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള 2 റൂട്ടും പോസിറ്റീവ് ആയിട്ടുള്ള 3 റൂട്ടും കോംപ്ലക്സ് ആയിട്ടുള്ള 2 റൂട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പോസിറ്റീവ് ആയ റൂട്ടുകൾക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ്റെ റൂട്ട്സ് ഇന്ന നമ്പറിനേക്കാളും മുകളിൽ പോകില്ല എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു ലിമിറ്റ് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ നെഗറ്റീവ് നമ്പർ ഒരു നമ്പറിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അതായത് ഇവിടെ ഒരു അപ്പർ ലിമിറ്റും പറയാം, ഇവിടെ ഒരു ലോവർ ലിമിറ്റും പറയാൻ പറ്റും. ഇത് പോസിറ്റീവ് കേസ്, ഇത് നെഗറ്റീവ് കേസ്. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് എന്താ 2 കോംപ്ലക്സ് നമ്പർ എടുത്തിട്ട് ഏത് ഗ്രേറ്റർ അല്ലെങ്കിൽ ഏത് ലെസ് ദാൻ എന്ന് പറയാൻ കഴിയില്ല അല്ലേ? കമ്പയർ ചെയ്യാൻ കഴിയില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കേസിൽ കൺസിഡർ ചെയ്യാൻ മോഡുലസ് വാല്യൂസ് ആണ് എടുക്കുക. ഇതിന്റെ മോഡുലസ് പറയുമ്പോൾ മോഡുലസ് a പ്ലസ് ആയിരിക്കും റൂട്ട് ഓഫ് a² പ്ലസ് b² അല്ലേ? അപ്പോൾ അതിന് വാല്യൂ വരും. അപ്പോൾ ആ വാല്യൂ അതുപോലെ ഇതിന്റെ കാണും ഇതിന്റെ കാണും. അപ്പോൾ ആ വാല്യൂവിൽ ഏതാ ഗ്രേറ്റർ സ്മോൾ അപ്പോൾ കാണാം അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കോംപ്ലക്സിന്റെ കേസ് പറയാം. അപ്പോൾ ഇതാണ് കേസ് 1 വരുന്നത്. റിയൽ കോഎഫിഷ്യന്റും ആവണം നമ്മളെ ഇക്വേഷന്, പിന്നെന്താണ് റിയൽ റൂട്ടുകളും ആവണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് റൂട്ടുകൾക്ക് ഒരു അപ്പർ ബൗണ്ടും നെഗറ്റീവ് റൂട്ടുകൾക്ക് ഒരു ലോവർ ബൗണ്ടും ലോ ലിമിറ്റും കാണാൻ പറ്റും. കോംപ്ലക്സിന്റെ കേസ് 2 ആയിട്ട് പറയുന്നത്. ഈ കേസിൽ നമ്മൾ മോഡുലസ് വാല്യൂസ് ആണ് കൺസിഡർ ചെയ്യുക. ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ് നിർത്തിയത്. ജസ്റ്റ് ഇനി എങ്ങനെ നമുക്ക് കേസ് 1 കാണാം. കേസ് 1 തന്നെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് എങ്ങനെ കാണാമെന്ന് നോക്കാം. അതാണ് മെത്തേഡ് ടു ഫൈൻഡ് ദ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്സ്. സിമ്പിൾ ആണ്, ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ f of x എടുത്തു. f of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an equal to 0. ഇതാണ് നമ്മുടെ ആൾജിബ്രൈക് ഇക്വേഷൻ. ഇതിന്റെ റിയൽ കോഎഫിഷ്യൻസ് ആണോ നോക്കുക. കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ആണ് കേസ് 2 വരും. നമ്മൾ വേറെ മെത്തേഡ് പഠിക്കും. അപ്പോൾ റിയൽ കോഎഫിഷ്യൻസ് ആണ് നോക്കുക. പിന്നെ നമ്മുടെ ലീഡിങ് കോഎഫിഷ്യന്റ്, അതായത് ലീഡിങ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതിലുള്ള ഏറ്റവും ഹൈയസ്റ്റ് പവറിന്റെ കോഎഫിഷ്യന്റ്. ലീഡിങ് കോഎഫിഷ്യന്റ് എന്താണ്? a0 ഗ്രേറ്റർ ദാൻ 0 ആണോ നോക്കണം. ലെസ് ദാൻ, അതായത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ പറഞ്ഞു f0 ഈക്വൽ ടു a0. ഈ f1നെ നമ്മൾ a0 x പ്ലസ് a1. അപ്പോൾ എന്ത് വരും? a0 അല്ല f0 x പ്ലസ് f0 പ്ലസ് a1. അതുപോലെ f2നെ നമ്മൾ a0 x സ്ക്വയർ പ്ലസ് a1 x പ്ലസ് a2. അപ്പോൾ ഇതെന്ത് വരും? ഇതിൽ നമ്മൾ ഒരു എക്സിനെ കോമൺ എടുത്താൽ നമുക്ക് ഇതിനെ a0 x പ്ലസ് a1 പ്ലസ് a2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇതെന്തായി മാറി? എക്സ് a0 x പ്ലസ് a1 f1 ആണ്. അപ്പോൾ x f1 പ്ലസ് a2 എന്ന് എഴുതാം. ഇതുപോലെ എഴുതാം fnനെ x fn മൈനസ് 1 പ്ലസ് a എന്ന് എഴുതാം.
ഇത് ആരായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അപ്പോൾ എത്രയാണോ അത് വരുന്നത് അതായിരിക്കും ഇവിടെ വരിക അല്ലേ? ഇത് 2, അപ്പോൾ ഇതിന്റെ ഏറ്റവും ഡിഗ്രി 2, പിന്നെ n, അപ്പോൾ ഇതിന്റെ ഡിഗ്രി n ആവണം. അപ്പോൾ അത് ഡിഗ്രി പോളിനോമിയലാണ് നമ്മൾ എഫ് ഓഫ് എക്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് കാണാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം f1 എടുക്കും. f1 ഓഫ് എക്സ് എടുക്കും. സ്റ്റെപ്പ് 1 ആണ് പറയാൻ പോകുന്നത്. f1 കാണും. f1 ഓഫ് എക്സ് എന്താണ്? a0x പ്ലസ് a1 അല്ലേ f1 ഓഫ് എക്സ്. അപ്പോൾ ഇതില് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തന്നിട്ടുണ്ടോ? അപ്പോൾ a0 a1 ഒക്കെ നമുക്ക് അറിയും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ f1 ഓഫ് c നോക്കും. ഈ f1 ഓഫ് c ഗ്രേറ്റർ ദാൻ ഓർ ഇവിടെ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണ c-നെ കാണും. അത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 1. അപ്പോൾ നോക്ക്, ഇവിടെ ഞാൻ ഇക്വേഷൻ ഞാൻ എന്തെടുക്കാന്ന് അറിയോ? അപ്പോൾ a0 × 2 a0 ഇവിടെ 2 പിന്നെ a1 7 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ എന്താണ് ഈ 2x - 7 അതായത് 2c - 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അവിടെ c ആണ് ഞാൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ആരെയും ചൂസ് ചെയ്ത് തരിക? 1 കൊടുത്താൽ എന്ത് വരിക? c = 1 ആകുമ്പോൾ 2 × 1 - 7 നെഗറ്റീവ് അല്ലേ? പിന്നെ സിക്ക് ഞാൻ 2 കൊടുക്കുമ്പോൾ 2 × 2 - 7 നെഗറ്റീവ് തന്നെ വരിക. പിന്നെ c = 3 ആകുമ്പോൾ 6 - 7 നെഗറ്റീവ്. c = 4 അല്ലേ? 4 എന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ആയി മാറി, പോസിറ്റീവ് ആയി മാറി. അപ്പോൾ ഞാനിവിടെ c ആയിട്ട് ചൂസ് ചെയ്യുക 4 ആയിരിക്കും ഈ കേസിൽ. അപ്പോൾ അതുപോലെ നമ്മൾ ചൂസ് ചെയ്യാൻ ചെയ്യട്ടോ. അപ്പോൾ ആ c-നെ ആദ്യം ചൂസ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ c യൂസ് ചെയ്തിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യും. നമ്മൾ ആദ്യം സിന്തറ്റിക് ഡിവിഷൻ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം കോഎഫിഷ്യൻസ് ഒക്കെ എടുത്ത് തരും അല്ലേ? a0 a1 a2 a3 എക്സെട്ര an എടുത്ത് എഴുതും. ഞാൻ ആ c-നെ വെച്ച് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? a0-നെ എടുത്ത് എഴുതും അല്ലേ? ഈ a0 × c ചെയ്യും. a0 c എന്നിട്ട് ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ a0 c പ്ലസ് a1 വരും. ഇനി ഇതിനെ ഞാൻ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ആ നമ്പർ ഇവിടെ എഴുതും അല്ലേ? അപ്പോൾ a0 c² പ്ലസ് a1 c വരും. ഇത് ആഡ് ചെയ്യുമ്പോൾ വരും a0 c² പ്ലസ് a1 c പ്ലസ് a2. ഇത് നമ്മുടെ f0 ആണ്, ഇത് f1 ആണ്, ഇത് f2 ആണ് അല്ലേ? എക്സെട്ര ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ കിട്ടുന്ന വാല്യൂസ് ഒക്കെ പോസിറ്റീവ് ആണ്. നോക്കുക, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ c ആണ് ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയും. c ആണ് ഇവിടുത്തെ അപ്പർ ബൗണ്ട് എന്ന് പറയും. ഇവിടെ എല്ലാവരും പോസിറ്റീവ് ആക്കാനുള്ള ഉദ്ദേശമാണ്. ഇവിടെ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് വന്നാൽ ഞാൻ അടുത്ത c-നെ ചൂസ് ചെയ്യും. ചൂസ് c1 ഗ്രേറ്റർ ദാൻ c. ഞാനപ്പോൾ c+1 ഒരു ആൾ ആഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ c ആയിട്ട് അവിടെ 4 യൂസ് ചെയ്തില്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എല്ലാവരും ഇവിടെ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്ത c ചൂസ് ചെയ്യുക 5 ആയിട്ട് ചൂസ് ചെയ്യുക. തൊട്ടടുത്ത നമ്പർ ചൂസ് ചെയ്താൽ മതി. പിന്നെ 5-നെ വെച്ച് വീണ്ടും സിന്തറ്റിക് ഡിവിഷൻ ചെയ്ത് നോക്കുക. ഇവിടെ പോസിറ്റീവ് ആക്കാം. നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ വീണ്ടും അടുത്ത c-നെ ചൂസ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണോ ഈ വാല്യൂസ് മൊത്തം പോസിറ്റീവ് ആയി വരുന്നത് അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പറയും ഈ c ആണ് ഇവിടുത്തെ അപ്പർ ബൗണ്ട് എന്ന് പറയും. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ചെയ്യാം, ഇവിടെ റിയൽ കോഎഫിഷ്യന്റ് ആണോ നോക്കും. ലീഡിംഗ് കോഎഫിഷ്യന്റ് ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ f1 ഓഫ് x എടുക്കും. f1 ഓഫ് x എന്ന a0x പ്ലസ് a1 ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. f1 ഓഫ് x എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ f1 ഓഫ് c കാണും. ഈ f1 ഓഫ് cക്ക് എന്താണ്? f1 ഓഫ് c ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ അത് 0 ആവണ c-നെ ഞാൻ ചൂസ് ചെയ്യും. ആ c വെച്ചിട്ട് ഞാൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യും. ഇവിടെ ഉള്ളവരൊക്കെ പോസിറ്റീവ് ആക്കാൻ നോക്കുകയാണ്. ആരെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അടുത്ത c ചൂസ് ചെയ്യും. ഇനി c1 എന്താണ്? c1-നെ വെച്ച് സിന്തറ്റിക് ഡിവിഷൻ ചെയ്തിട്ട് വീണ്ടും ഇവിടെ നെഗറ്റീവ് വരാണെങ്കിൽ നമ്മൾ c2-നെ ചൂസ് ചെയ്യും. തൊട്ടടുത്ത ആൾ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് മെത്തേഡ് കേട്ടോ. ടെക്സ്റ്റിലും മറ്റേ ഗൈഡിലും മെത്തേഡ് എന്താണ് കുറേ കാര്യം വെച്ച് പറയുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷോർട്ടാക്കി മനസ്സിലാവുന്ന രൂപത്തിൽ എഴുതിയതാണ് കേട്ടോ. ജസ്റ്റ് ആ മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കൂ.
സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഇതിനെല്ലാം പറയുന്നത് നമുക്ക് എന്താണ് സ്റ്റെപ്പ് 1 ചൂസ് എ പോസിറ്റീവ് നമ്പർ c such that f1 of c equal to a0 c plus a1 greater than equal to 0. കാരണം f1 of x നേരത്തെ നമ്മൾ മുന്നിൽ ഡിഫൈൻ ചെയ്താണ് f1 of x equal to a0 x plus a1. സ്റ്റെപ്പ് 2 എന്താ പറഞ്ഞത് യൂസ് ദ മെത്തേഡ് ഓഫ് സിന്തറ്റിക് ഡിവിഷൻ. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു എന്താണ് a0 ഓൾറെഡി പോസിറ്റീവ് ആണ് കാരണം a0 ആദ്യം പോസിറ്റീവ് ആക്കിയിട്ടല്ലേ നമ്മൾ ചെയ്തത്. ബാക്കിയുള്ളവരെ ഒക്കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സി ആയിരിക്കും അവിടുത്തെ അപ്പർ ലിമിറ്റ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു c1 ചൂസ് ചെയ്യുക, c-നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു c1 ചൂസ് ചെയ്യാം. എന്നിട്ട് c1 വെച്ചിട്ട് എഗെയിൻ സിന്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നു. അതൊക്കെ FIs ഒക്കെ പോസിറ്റീവ് ആക്കുക. അങ്ങനെ FI പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ c2 ആയിരിക്കും അവിടുത്തെ അപ്പർ ലിമിറ്റ്, c1 ആയിരിക്കും നമ്മൾ അപ്പർ ലിമിറ്റ്. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അടുത്ത c2 ചൂസ് ചെയ്തിട്ട് സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാം. ഓക്കെ പോസിറ്റീവ് ആണോ വരെ ചെയ്യാം. മക്കൾ എന്താ ദിവസം എടുക്കും നോക്കും വരിക ഇന്നലെ എന്താ ലീവ് അതിന്റെ താഴെ ഒരു റിമാർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കൂലേ നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻ നമ്മൾ എടുക്കും. ഇതിലുള്ള a0ഉം a1ഉം ഈ കോഎഫിഷ്യന്റുകളില്ലേ അതിപ്പോ ഒരു 100ഓ അല്ലെങ്കിൽ നെഗറ്റീവ് ഈ വാല്യൂ വലുതാവും കേട്ടോ. ഇപ്പൊ നെഗറ്റീവ് 100 ആണോ നെഗറ്റീവ് 1000 ആണോ വലുത് 100 അല്ലേ. പക്ഷെ ഞാൻ നോക്ക് ഈ വാല്യൂ നെഗറ്റീവിന്റെ ഒപ്പം തന്നെ ഈ വാല്യൂ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സി ഒഴിച്ച് എന്ത് ചെയ്യാം ഒരു 10 ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 10ഓ 100ഓ ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് 1 തന്നെ തുടങ്ങണമെന്നില്ലായിരിക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് 4 കിട്ടി, ചിലപ്പോൾ നമുക്ക് 1 തന്നെ തുടങ്ങേണ്ടി വരും. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 10 തുടങ്ങാം. ആ 10 തുടങ്ങണമെന്ന് മനസ്സിലാക്കുക നമ്മൾ ഈ കോഎഫിഷ്യന്റ് വലുതാണോ നോക്കാം. നമ്മളിങ്ങനെ കുറേ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ ഒരു എളുപ്പവഴിയാണ് ഇവിടെ വലുതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് കുറച്ച് വലുതാക്കി എടുക്കും. അതെങ്ങനെ വരികയെന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു എന്താണ് എപ്പോഴാണ് നമ്മൾ കുറച്ച് കയറ്റിയെടുക്കേണ്ടി വരിക എന്ന് മനസ്സിലാവും. ഈ ഒരു നോട്ട് ഓർത്ത് വെക്കുക. ആ വാല്യൂസ് വലുതാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് എടുക്കേണ്ടി വരും എന്ന് ഓർത്ത് വെക്കുക. അതാണ് ആ റിമാർക്ക് പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ ഒരു എക്സാമ്പിൾ ഉണ്ട് അല്ലേ അത് ചെയ്യാം. നോക്കാം 2x³ plus 3x² minus 100x plus 50 equal to 0. ഇതാണ് നമ്മുടെ ക്യൂബിക് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണണം. ഓക്കെ ഇതിന്റെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ആണ് കേട്ടോ. ആദ്യത്തെ കേസ് അതല്ലേ ശരി. പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് ആണ് കാണാൻ പോകുന്നത്. നെഗറ്റീവ് റൂട്ടുകൾക്ക് ലോവർ ലിമിറ്റ് ഉണ്ടാവും. ഓക്കെ അപ്പോൾ കാണാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആദ്യം f1 എടുത്തു. f1 എന്താണ് വലിയ സംഖ്യ ആവുമ്പോ അപ്പോഴല്ലേ ഇതിനൊരു പെർസ്പെക്റ്റീവ് 100 ആകുന്നത് അതല്ലേ കോഎഫിഷ്യന്റ് ഫോർ ക്യൂബിക് ആണ്. അങ്ങനെ n വലിയ സംഖ്യ ആവുമ്പോഴല്ലേ ഇതിനൊരു പെർസ്പെക്റ്റീവ് ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്. 3 ഒക്കെ ഒരു പ്രശ്നമില്ല. പക്ഷെ 7 8 9 10 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് അടങ്ങിയുള്ള കുറെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഹയർ ഡിഗ്രീസ് വരുമ്പോ ഇപ്പൊ നമ്മൾക്ക് 2 ഡിഗ്രി വരുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ചെറിയ മെത്തേഡില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ഹയർ ഡിഗ്രി ആണ് കേസിലാണ് നമ്മളിങ്ങനെ പല മെത്തേഡുകളും ഇങ്ങനെ കൊണ്ടുവരുന്നത് അല്ലെ. സിന്തറ്റിക് ഡിവിഷനായിട്ടും മറ്റേ വേറെ കുറെ മെത്തേഡുകളായിട്ടും ഇങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ കുറഞ്ഞ ഡിഗ്രി വെച്ചാകുമ്പോൾ പ്രശ്നമല്ല, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ വലിയ ഡിഗ്രി ആവുമ്പോൾ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ ലിമിറ്റ് കാണുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഇനി ഇതിന്റെ റൂട്ടുകള് ഇപ്പൊ ഇന്റഗ്രൽ റൂട്ട് കാണാൻ ഈ ലിമിറ്റ് ആദ്യം കാണും. ആ ലിമിറ്റിന്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യുക. അതായത് ഈ ലിമിറ്റ് നമുക്ക് എല്ലായിടത്തും ഇനി ആവശ്യമുണ്ട്. ഇനി അങ്ങോട്ട് കംപ്ലീറ്റ് ആവശ്യമുണ്ട്. ഏത് പ്രോബ്ലം നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് കാണും. നോക്കാം. അത് കഴിയുമ്പോൾ ഏകദേശം എഴുതി കിട്ടും. വിചാരിക്കും a0x plus a1 ഇതാണ് നമ്മുടെ f1 of x അല്ലേ. അപ്പൊ f1 of c എന്ന് പറഞ്ഞാൽ a0 ഇവിടെ 2 അല്ലേ. 2c plus 3. അപ്പൊ ഈ 2c plus 3 greater than or equal to 0 ആവണ c വാല്യൂ ആരാ? 1 കൊടുത്തൂടെ. നമ്മൾ എടുക്കുന്ന c ആരാണ്? പോസിറ്റീവ് ആവണം കേട്ടോ.
1 2 അതായത് 0 എടുക്കരുത് 1 2 അങ്ങനെ ആക്കും. അപ്പോൾ സി ഇവിടെ ആരാ വരിക 1 അല്ലേ അല്ലേ? അപ്പോൾ നോക്കുക ഞാൻ സി 1 എടുത്ത് ചെയ്യാൻ പോവാണേ, ഇതിന്റെ ഡിവിഷൻ ചെയ്യാൻ പോവാണേ. അപ്പോൾ കോഎഫിഷ്യന്റ് 2 3 -100 പിന്നെ 50 അല്ലേ? വേറെ ആരില്ലല്ലോ. 1 വെച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1 വെച്ച് ചെയ്യുമ്പോൾ 2ന് താഴേക്കാക്കിയത് 2 × 1 2 3 + 2 5 1 × 5 5 ഇത് എത്ര വരിക 95 അല്ലേ? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാനിവിടെ 1 ന് പകരം 2 എടുത്ത് കഴിഞ്ഞാൽ ഇത് 2 × 2 ഇവിടെ ഇതും ഇവിടെ 7 വരും. ആ 7 ചെയ്യുമ്പോൾ 1 × 7 ഇവിടെ 7 വരുള്ളൂ. പിന്നെ കുറച്ചേ കുറയുള്ളൂ. മെല്ലെ മെല്ലെ ഈ വാല്യൂ നെഗറ്റീവ് ഇങ്ങനെ കുറഞ്ഞ് വരികയുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് വലിയ വാല്യൂ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കയറ്റി സീൻ എടുക്കണമെന്ന് പറയുന്നത്. കൂടെ കുറച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ചെയ്യണമെന്നില്ല കേട്ടോ. ഏതെങ്കിലും ഒരു വാല്യൂ നെഗറ്റീവ് കിട്ടിയാൽ ഇവിടെ നമ്മൾ ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് പറയും ഇവിടെ എന്താണ് 1 ഈസ് നോട്ട് എ അപ്പർ ലിമിറ്റ്. ചൂസ് C2 equal to 2 greater than C1. ചൂസ് ചെയ്യാൻ പോകണേ 2 ആക്കി ചൂസ് ചെയ്യാൻ പോകണേ. അപ്പോൾ എന്താണ് 2 3 -100 50 2 എടുക്കണം. അപ്പോൾ എന്താ വരിക 2 അടുത്തത് 2 × 2 4 7 ഇവിടെ 2 × 7 14 അല്ലേ? ഇത് ചെയ്യുമ്പോൾ എത്ര വരിക 86 ആ -86. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇതിനിങ്ങനെ മെല്ലെ മെല്ലെ ചെറുതായി വരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു സി ഒരു 10 ആക്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10 ആവില്ല കേട്ടോ, ചിലപ്പോൾ താഴെയുള്ള ആർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വരുന്ന നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം 1 മുതൽ 10 വരെ ചെയ്യണ്ട. അതിനാണ് ഇങ്ങനെ വലിയ വാല്യൂ വരുമ്പോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഇപ്പോൾ 10 എടുത്തു 2 3 -100 50 അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇവിടെ ഏകദേശം ഇവിടെ -100 അല്ലേ? അപ്പോൾ -100നെ പോസിറ്റീവ് ആക്കാൻ ഇവിടെ ഒരു 101 എങ്കിലും വരണം, +101 എങ്കിലും വരണം. എന്നാലും നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ആയിട്ട് 1 വരുള്ളൂ അല്ലേ? അപ്പോൾ ഇവിടെ 101 കിട്ടാൻ ഏകദേശം ഇവിടെ എത്രയായിരിക്കും സി ചൂസ് ചെയ്തെന്നുള്ളൊരു കാരണം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്രോഡക്റ്റ് ചെയ്ത് ഇതിനോട് കൂടെ ആഡ് ചെയ്യുന്ന ആൾ നോക്കണം അല്ലേ? ആ ഒരു ഇതിലാണ്ടോ. അപ്പോൾ എത്ര വരും 10 20 അല്ല 20 ഇത് 230 അല്ലേ? ഇത്രയൊന്നും വേണ്ട, ശരിക്കും 10 വേണ്ട, ഇതിനേക്കാൾ കുറക്കാം. അപ്പോൾ നോക്ക്, ഇപ്പം എനിക്ക് ഒരു 7 ഒക്കെയാണ് ഇവിടെ അപ്പർ ലിമിറ്റ് ആയിട്ട് കിട്ടിയെന്ന് വെക്കുക. 7ഉം 8ഉം 9ഉം 10ഉം ഇതിന്റെ വിലക്കുള്ള ഇവരൊക്കെ എന്താണ് അപ്പർ ലിമിറ്റുകളാണ്. പക്ഷെ അപ്പർ ലിമിറ്റുകളിലുള്ള ലീസ്റ്റിനെയാണ് കാണാൻ പോകണമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ 10 എടുത്തു, ഇത് പോസിറ്റീവായി. ഞാനൊരു 9 എടുത്തു, കുറച്ച് കൊടുക്കാം 8 എടുത്തോ അല്ലേ? പ്രോബ്ലം 2 3 -100 2 എടുത്തു 2 × 9 18 5 ഇട്ടിട്ട് കിട്ടൂലല്ലോ. അപ്പൊ എന്തായാലും 5 8 എന്നൊക്കെ 8 2 8 2 8 16 19 19 അപ്പൊ കുറച്ച് കൂടിയില്ലേ? അപ്പൊ 8 വേണ്ടിയല്ല 7 2 7 14 14 ഇതും 17 അപ്പൊ വേണമെങ്കിൽ ചിലപ്പോൾ
എടുക്കാന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അഡ്ജസ്റ്റുകൾ ചെയ്യുമ്പോൾ ഒന്ന് വാല്യൂ കണ്ടാൽ മതി. 6 വെച്ചാൽ മതി അല്ലേ? അപ്പോൾ നോക്കാം. എന്നാൽ കഴിയേ 2 6 12 അല്ലേ? 12 15 ഇല്ല പറ്റില്ല. പിന്നെ പറയില്ലേ? അപ്പൊ 7 ആയിരിക്കും അല്ലേ? 15 30 30 90. അപ്പൊ ഇതേപോലെ 7 ആണ് ഇവിടുത്തെ ഇത് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കേ. ഈ ഡൗട്ട് ഈ വീഡിയോ എടുത്ത് കണ്ടേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പർ ലിമിറ്റ് കാണാൻ ഇനി ലോവർ ലിമിറ്റ് കാണാൻ സുഖമാണ്. ലോവർ ലിമിറ്റ് കാണാൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പേ ഉള്ളൂ, പിന്നെ ഫുള്ളി അപ്പർ ലിമിറ്റിന്റെ സ്റ്റെപ്പാണ്. തന്നെയാണ് അല്ലേ? മെത്തേഡ് ടു ഫൈൻഡ് ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്. ഓക്കെ, മെത്തേഡ് ടു ഫൈൻഡ് lower limit of negative root. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ f of x equal to a naught x raised to n. അത് റെക്കോർഡിംഗ് ഓൺ തന്നെയല്ലേ? a1 x raised to n minus 1 plus etc plus n equal to 0. Question number 1. ഇതായിരിക്കുമല്ലോ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ തരാം, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിന്റെ ലിമിറ്റ് കാണാൻ പറയും. ലിമിറ്റ് കാണാൻ അപ്പർ ലിമിറ്റ് വേണം, ലോവർ ലിമിറ്റ് വേണം. പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് വേണം, നെഗറ്റീവ് റൂട്ടുകളുടെ ലോവർ ലിമിറ്റ് വേണം. അപ്പോൾ ഫുൾ പോസിറ്റീവ് റൂട്ടാണ് ഇത്. ഫുൾ പോസിറ്റീവ് റൂട്ടാണ് ഇത്. ക്വസ്റ്റ്യൻ ഫുൾ പോസിറ്റീവ് റൂട്ടാണെങ്കിലോ? ഫുൾ പോസിറ്റീവ് റൂട്ടാണെങ്കിൽ അപ്പർ ലിമിറ്റ് മാത്രം മതി. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നോക്കാം. എന്തായാലും നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? x ഈക്വൽ ടു മൈനസ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്തായി മാറി? നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി? a നോട്ട് അവിടെ മൈനസ് ഇടാൻ മറന്നു പോയാൽ first make the substitution and seek calculate the positive root of transformed equation. a naught x ന് -5 കൊടുക്കാനല്ലേ പറഞ്ഞു. a1 plus a1 minus y raised to n minus 1 plus a2 minus y raised to n minus 2 plus etc plus minus 1 raised to n equal to 0. Okay. ഇതിനെ എങ്ങനെ മാറ്റിയതാ? എന്നെ ഓടാനല്ലേ. പക്ഷെ അവിടെ ഉണ്ടല്ലോ. ഇനി ഇവനൊന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ y raised to n തരാനില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യാം? ആദ്യം ലീഡിങ് കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും ഇയാൾ പോസിറ്റീവ് ആവും അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇവിടെ a നോട്ട് y raised to n ചെയ്തത് അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ അടുത്ത് ഇനി ചെയ്യാൻ എന്താണ്? ഇവിടെ നെഗറ്റീവ് ഇൻ കേസ് ഇവിടെ എന്താണ് ഇവിടെ ഓടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരും. പിന്നെ നമ്മൾ ആ നെഗറ്റീവിനെ മാറ്റാൻ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ലീഡിങ് കോഎഫിഷ്യന്റിനെ പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ എന്തായാലും പോസിറ്റീവായി മാറും. അങ്ങനെയുള്ള പ്രോബ്ലം ചെയ്തേരാം ചെയ്യേണ്ടത്. പക്ഷേ അത് ഈവനാണെന്നുണ്ടെങ്കിൽ പിന്നെ പോസിറ്റീവ് അല്ലേ ഓൾറെഡി.
അപ്പോൾ പിന്നെ എന്നോട് പിന്നെ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി പോസിറ്റീവ് ആണ് ലീഡിങ് കോഎഫിഷ്യന്റ്. നെഗറ്റീവ് ഇൻ കേസ് ലീഡിങ് കോഎഫിഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇതിനെ മാറ്റും. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ് വരുള്ളൂ. പ്ലസ് ഇവിടെ മൈനസ് ആവും അല്ലേ, മൈനസ് a1 y raised to n minus 1 plus a2 y raised to n minus 2 plus etc. plus minus 1 all raised to a equal to 0. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ അപ്പർ ലിമിറ്റ് കാണും. ഇതിന്റെ അപ്പർ ലിമിറ്റ് നിങ്ങൾക്ക് സി ആണ് വെക്കുക. ഇക്വേഷൻ സിന്റെ അപ്പർ ലിമിറ്റ് സി ആണ് കാണുക, അത് സി ആണ് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് സി ആയിരിക്കും ഇത് ഇക്വേഷൻ 1ന്റെ അപ്പർ ലിമിറ്റ്. മൈനസ് സി ആയിരിക്കും ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട് ഓഫ് ഇക്വേഷൻ 2. ഇവിടെ അപ്പർ ലിമിറ്റ് ഓഫ് ഇക്വേഷൻ 2ന്റെ അപ്പർ ലിമിറ്റ് ഓഫ് പോസിറ്റീവ് റൂട്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ തന്നിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. x -5 കൊടുക്കും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, ഇക്വേഷൻ 2. ആ ഇക്വേഷന്റെ പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണും. ആ അപ്പർ ലിമിറ്റ് സി ആണെന്ന് കിട്ടുന്നത് വെക്കുക. മൈനസ് സി ആയിരിക്കും നമുക്ക് വേണ്ടിയ ഇക്വേഷൻ 1ന്റെ ലോവർ ലിമിറ്റ് ഓഫ് നെഗറ്റീവ് റൂട്ട്സ്. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇതൂടെ ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ മെത്തേഡ് ക്ലിയർ ആണല്ലോ, എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടല്ലോ. Find the upper limit of the positive roots of the equation 2x raised to 5 minus 7x raised to 4 minus 5x cubed plus 6x square plus 3x minus 10 equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ എന്താ പറയുക, പോസിറ്റീവ് റൂട്ടുകളുടെ അപ്പർ ലിമിറ്റ് കാണാം. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ റിയൽ കോഎഫിഷ്യൻസ് ആണ് നോക്കുക. ആണല്ലേ, 2 -7 -5 ഇതൊക്കെ എന്താ റിയൽ കോഎഫിഷ്യൻസ് ആണ്. സപ്പോസ് ഇവിടെ 1 + 2i ഇത് ഈ രൂപത്തിലാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ മാറി കേസ് 2 ആയിട്ടോ. പറഞ്ഞില്ല, അതെന്താ പറയുക, ജസ്റ്റ് പറഞ്ഞോളൂ. ഈ റിയൽ കോഎഫിഷ്യന്റ് എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇവിടെ റിയൽ ആണോ കോഎഫിഷ്യൻസ് നോക്കുക. ഇവിടെ 2 അല്ലേ. അപ്പോൾ റിയൽ കോഎഫിഷ്യൻസ് ആണ്. ലീഡിങ് കോഎഫിഷ്യന്റ് നോക്കുക, a0 ഇയാൾ പോസിറ്റീവ് ആണല്ലോ, 2 പോസിറ്റീവ് ആണ് അല്ലേ അനക? ലീഡിങ് കോഎഫിഷ്യന്റ് ഇവിടെ പോസിറ്റീവ് ആണോ? ആരാ? ലീഡിങ് കോഎഫിഷ്യന്റ് a0 ഓക്കെ. ഇനി നമുക്ക് f1നെ പോസിറ്റീവ് ആക്കണം. ടു മേക്ക് f1 പോസിറ്റീവ് choose 0. അപ്പോൾ എന്ത് ചെയ്യണം, f1 of x എന്ത് വരും, a0x plus a1. f1 of c ആരാ, a0 ആരാ, 2x minus 7 അല്ലേ. അപ്പോൾ ഇനി f1 of c greater than or equal to 0 ആവണേ സി ആരാ വരിക. ഞാൻ സിക്ക് 1 കൊടുത്തു, 6 അല്ലേ ഇവിടെ, സി 4 അല്ലേ 1 കൊടുക്കും. ഇവിടെ ഞാൻ 3 വരെ കൊടുക്കുമ്പോൾ
അപ്പോൾ എനിക്ക് 6 - 7 8 വരിക, 4 വരിക. അപ്പോൾ ചൂസ് സി ഈക്വൽ ടു 4. സീനെ ഞാൻ 4 ആയിട്ട് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ദ പ്രോസസ് ഓഫ് സിന്തറ്റിക് ഡിവിഷൻ. Apply the process of synthetic division. Apply the process of synthetic division. എന്ത് ചെയ്യണം? കോഎഫിഷ്യൻസ് ഇട്ടുക. ആണെങ്കിൽ ഇല്ലെങ്കിൽ മിസ്സായ കോഎഫിഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 0 എഴുതണം കേട്ടോ. അപ്പോൾ ക്യൂബിന്റെ മിസ്സായിരുന്നുണ്ടെങ്കിൽ അവിടെ 0 എന്ന് എഴുതാം. അപ്പോൾ 2 - 7 - 5 6 3 - 4 വെച്ചിട്ടില്ലേ? 2 ഇറക്കിയത് 2 × 4 8 + 1 1 × 4 -1 വന്നില്ലേ? ഇവിടെ നെഗറ്റീവ് വന്നു. അപ്പോൾ എന്താണ് നമ്മളിവിടെ 4 എന്തായാലും ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ആവാൻ പറ്റില്ല. നമ്മൾ വേറെ ഒരാളെ ചൂസ് ചെയ്യണം. സോ 4 is not upper limit. അപ്പോൾ നമ്മൾ take C1 equal to 5. C1 and 5 ആയിട്ട് ഇട്ടു. Again apply the process of synthetic division. ഇത്രയും സ്റ്റെപ്പ് ഇടയിൽ എഴുതാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ എഴുതാണ്ടാവും. അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഏറ്റവും ഷോർട്ടാക്കി തന്നത്. നിങ്ങളെ ഇതിലൊക്കെ നല്ലോണം പക്ഷെ ഇവിടെ എഴുതാൻ പോകുന്നത് സിന്തറ്റിക് ഡിവിഷനാണ്. പിന്നെ ഇവിടെ ആവൂല എന്ന് പറയണം. ഇവിടെ സ്റ്റെപ്പ് മാത്രമേ 4 ആവൂല. അപ്പൊ നമ്മൾ വേറൊരു C2 ചൂസ് ചെയ്യണം, C1 ചൂസ് ചെയ്യണം. പിന്നെ നമ്മൾ വീണ്ടും ഇത് യൂസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? ഇവരെ തന്നെയാണ് കേട്ടോ. നമുക്ക് 2 - 7 അവിടെ 5 എടുക്കണം അല്ലേ? സിന്തറ്റിക് ഡിവിഷൻ ചെയ്യാം. 5 ഇറക്കിയത് 5 × 5 സോറി 2 ഇറക്കിയത് 2 × 5 10 3 വരും. 3 × 5 15 10 വരും അല്ലേ? 10 × 5 50. ഇനി 80 വരാൻ 56 56 × 5 അപ്പൊ എല്ലാവരും പോസിറ്റീവ് ആണല്ലോ. ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 ആണ് ഇവിടുത്തെ. സോ 5 is an upper limit for the positive roots of the given equation. Okay, അപ്പോൾ upper limit കിട്ടി. ഇനി അതിൻ്റെ താഴെ ഞാൻ ഫ്രണ്ട്സിനോട് എഴുതിയിട്ടാവും 6 ഉം 7 ഉം 8 ഒക്കെ എന്താ അപ്പർ ലിമിറ്റ് ആ. പക്ഷെ നമ്മൾ ലീസ്റ്റ് ചെയ്യാൻ എടുത്തത് അല്ലേ? അതവിടെ അതിൻ്റെ താഴെ എഴുതി കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്തത് എന്താണ്? എന്നാണ്. എന്താണ് ഇതാണ് യൂസ് ചെയ്യാത്തതിന് കാരണം എന്താ? കാരണം വേറെ കുറെ അപ്പർ ലിമിറ്റുകളുണ്ട്. അപ്പോൾ ഇത് ആ കൂട്ടത്തിൽ ഒരു അപ്പർ ലിമിറ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ട് ഇവിടെ ഇവിടെ എന്താ കൊടുക്കരുത് കേട്ടോ. ഇവിടെ ആൻ തന്നെ കൊടുക്കണേ. 5 is an upper limit. ഇത് നമ്മളെ റിമൈൻഡർ അല്ലേ? നമ്മളെ സിന്തറ്റിക് ഡിവിഷനിൽ അതുകൊണ്ട് അങ്ങനെ കിട്ടുന്നുള്ളൂ. പിന്നെന്താ പറയുക? ഇത് നമുക്ക് ഇപ്പോഴല്ല ആവശ്യം വരിക. അടുത്ത ഇന്റഗ്രൽ റൂട്ട് കാണുമ്പോൾ ആവശ്യം വരും. കാരണം അവിടെ റിമൈൻഡർ 0 ആയി കഴിഞ്ഞാൽ ഈ 5 എന്താണ് അവിടെ ആ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ എന്താണ് ആ കോയിഫിഷ്യന്റ്. അപ്പോൾ നമുക്ക് റൂട്ട് കിട്ടും. പിന്നെ അടുത്ത് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ അതിൽ കണ്ടിട്ടുണ്ടാവും. ഒരു F4 സൈഡിൽ ഇട്ടുണ്ടാവും. ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ആൾക്കാർ ഇതെന്താ കട്ട് ചെയ്യട്ടെ.
അതല്ല